അദ്ദേഹത്തിന്റെ ശിക്ഷീകരണങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. ശിക്ഷീകരണങ്ങൾ, ഞാൻ വരുന്ന കോട്ടയത്ത് ഏറ്റവും വാചാലമായി സംസാരിക്കുന്ന രണ്ടുപേരായിരുന്നു ജയവിജയന്മാർ. നക്ഷത്ര ദീപങ്ങളെ സദസ്സിലിരിക്കുന്നവർക്കെല്ലാം ആ പാട്ട് നമ്മുടെ ബിച്ചു തിരുമലയാണ് എഴുതുന്നത് എനിക്ക് തോന്നുന്നു. ആ പാട്ട് പാടിയത് അവർ രണ്ടുപേരും ചേർന്നാണ്. അത് കേൾക്കാൻ സദസ്സിൽ ഭാഗവർ വന്നിരുന്ന ഒരു സന്ദർഭം അവർ സൂചിപ്പിച്ചു. മറ്റൊരു ഘട്ടം അവർ പറഞ്ഞു, തഞ്ചാവൂരിൽ ഒരിക്കൽ പോയി തിരിച്ചു വരുമ്പോൾ യഥാർത്ഥ ട്രെയിൻ വരാൻ 2 മണിക്കൂറുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അപ്പൊ തന്നെ സ്വാമികൾ പറഞ്ഞു, ഇരിക്കി സംഗീതം പഠിക്കാൻ. കയ്യിലുണ്ടായിരുന്ന ചൗക്കാളം പിരിച്ചു, അവരെ ഇരുത്തി അപ്പൊ തന്നെ സംഗീതം ആരംഭിച്ചു. പാടിക്കൊടുത്തത് അന്ന് എഴുതി കൊടുക്കലല്ല, മുഴുവൻ പാടി പഠിപ്പിക്കുകയാണ്. അപ്പോൾ പാടിക്കൊടുത്തത് ചില പെശകൾ വന്നപ്പോൾ ആ പെശക് നിരുത്തിക്കൊണ്ട് വീണ്ടും സംഗീതം ആവർത്തിച്ചപ്പോൾ കാണികൾ ഓടിക്കൂടി, ശ്രോതാക്കൾ ഓടിക്കൂടി. അങ്ങനെ ആ 2 മണിക്കൂർ പാഴാക്കാതെ തന്റെ ശിഷ്യസമ്പത്തുകളെ ഏറ്റവും കൈപിടിച്ചുയർത്താൻ വേണ്ടി നിൽക്കുന്ന ഉയർന്ന ബോധം, അതെല്ലാം വഴി അദ്ദേഹം സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ സംഗീതത്തിനൊരു സംസ്കാരം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. സംഗീതത്തിന് അത്തരം ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുത്തതുപോലെ തന്നെ തനിക്ക് പിന്നാലെ ഒരു ശിഷ്യസമ്പത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അതാണ് മറ്റൊരു അനുഗ്രഹീതമായ അദ്ദേഹത്തിന്റെ ഉന്നത വീക്ഷണം. തനിക്ക് പിന്നാലെ ഒരു വലിയ സമ്പത്ത്. അതുകൊണ്ടാണ് ബാലമുരളീകൃഷ്ണയും യേശുദാസും പീലിയിലെയും ജയവിജയന്മാരും ഉൾപ്പെടെയുള്ള ഡസൻ കണക്കിന് ശിഷ്യഗണങ്ങൾ ഇന്നും നമ്മുടെ നാടിന്റെ സംഗീത ലോകത്തെ തിളങ്ങുന്ന, ഇവിടെ സൂചിപ്പിച്ച പോലെ ഗാനഗന്ധർവൻ. ഇന്ന് ഞാൻ ദാസിയാനുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ അഖില ലോക അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ഒരു പരിപാടി ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഹരിവരാസനം പാടിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം, ദാസേട്ടനാണ്. ആ ദാസേട്ടന്റെ സാന്നിധ്യം കൂടി ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. അദ്ദേഹം നോക്കാമെന്ന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. വരികയാണെങ്കിൽ ഇതിലൂടെ നമുക്ക് ഉൾപ്പെടുത്തി. മാഷ് പറഞ്ഞതുപോലെ ദാസേട്ടനെ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് യവനിക വീഴുന്നതിന് മുമ്പ് തന്നെ ദാസേട്ടനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങും എവിടെയെങ്കിലും ഗുരുവായൂരിലോ അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിലോ നടത്തുന്ന പരിപാടിയിൽ നമുക്ക് സംബന്ധിപ്പിക്കാൻ അവസരം ഉണ്ടാവും. ഏതായിരുന്നാലും ശരി, അത്തരത്തിലുള്ള പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാശാലികളുമായ എത്രയോ സംഗീതജ്ഞരെ വാർത്തെടുക്കാൻ ഗുരുക്കന്മാരുടെ ഗുരുനാഥനായ സംഗീതലോകത്തെ ചക്രവർത്തി ചെമ്പൈ വൈദ്യനാഥ ഭാഗവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ, വാചാലമായി സംസാരിക്കാൻ, ഒരുപക്ഷെ ദിവസങ്ങളോടൊന്ന് സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ സംഗീത കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഓരോന്നായി എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നായിരിക്കും അദ്ദേഹം കൽപ്പാത്തിയിൽ പോയി 928 നടത്തിയിട്ടുള്ള സംഗീതാർച്ചന. അവിടെ പ്രധാനമായും അദ്ദേഹം പാടി മഴ പെയ്യ്ക്കുന്ന രൂപത്തിലേക്ക് ത്യാഗരാജ ഭാഗവതരുടെ കീർത്തനം പാടണമെന്ന് പറഞ്ഞപ്പോഴാണ് ആ കീർത്തനം അദ്ദേഹം ആലപിക്കാൻ തയ്യാറാണ്. എവറണി അല്ലേ? അപ്പോ അത് പാടിയപ്പോഴാണ് മഴ പെയ്യുന്ന രൂപത്തിലേക്ക്. അപ്പൊ അത്തരത്തിലുള്ള എത്രയോ കഥകൾ അല്ലെങ്കിൽ എത്രയോ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ടാവും. അങ്ങനെ ശ്രോതാക്കളുടെ ഇംഗിതമനുസരിച്ച് അദ്ദേഹം പാടുമ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഗുപ്തൻ സാറ് അദ്ദേഹത്തോട് പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലുള്ള പദങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള കീർത്തനങ്ങളിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോഴാണ് അതിൽ പ്രധാനമായി വിരയമ്പൻ തമ്പിയുടെ ശ്രീരാഗ കീർത്തനത്തിലുള്ള കൃഷ്ണ അല്ലേ, കരുണ, അത് തന്നെ, കരുണയെ എന്തേ മടിക്കുന്നു കൃഷ്ണ എന്ന് ചോദിക്കുന്ന, അപ്പോ കരുണയുടെ സംഭാവന എന്തേ മടിക്കുന്നു എന്ന കൃഷ്ണ എന്ന് പറയുന്ന ആ കീർത്തനം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഗുപ്തൻ നായർ സാർ ചൂണ്ടിക്കാണിച്ച ആ നിർദ്ദേശത്തെ തുടർന്ന് ഇരയമ്പൻ തമ്പിയുടെ ഈ ശ്രീരാഗത്തിൽ തുടങ്ങിയ ആ കീർത്തനമാണ്. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, സംഗീതവും എടുത്ത് പരിശോധിച്ചാൽ കർണാനന്ദകരമായ അനുഭൂതി പകർന്ന് ശ്രോതാക്കളെ എത്രയോ ആനന്ദ സാഗരത്തിൽ ആറാടിക്കുന്ന, വിസ്മയങ്ങൾ തീർക്കുന്ന ശബ്ദമാധുര്യത്തിന്റെ ഉടമയായി ഏറ്റവും മനോഹരമായി അത്തരത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ 1975 974 അദ്ദേഹം മരണപ്പെടുന്നു. 975 തന്നെ ഔദ്യോഗികമായി ചെമ്പൈ സംഗീതോത്സവം ആരംഭിക്കും. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ ത്യാഗരാജ സംഗീതോത്സവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഗീതോത്സവം ഗുരുവായൂരിലെ ചെമ്പൈ സംഗീതോത്സവം തന്നെയാണ്. ആ ചെമ്പൈ സംഗീതോത്സവം ഏതാണ്ട് 975 മുതൽ ഇങ്ങോട്ട് ആരംഭിച്ച് 79 എത്തുമ്പോഴേക്ക് അത് 4 ദിവസമായിരുന്നു. 83 എത്തുമ്പോഴേക്ക് ഏതാണ്ട് 11 ദിവസമായി. ഇപ്പൊ അത് 15 ദിവസമായി. ഇപ്പൊ സുവർണ ജൂബിലി അതിലും കൂടുതൽ ദിവസമായി വരുന്നു. നവംബർ 14 വരെ കൊണ്ടുപോകുന്നു.
അപ്പോൾ തികഞ്ഞ ഗുരുവായൂർ ഭക്തനായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവർ യഥാർത്ഥത്തിൽ അവസാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനാർച്ചന 3 മണിക്കൂർ നീണ്ട രൂപത്തിൽ അദ്ദേഹം അവസാനമായി പാടി. ആ പാട്ട് തീർക്കുന്ന ഘട്ടത്തിൽ, അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തോട് നമ്പൂതിരിപ്പാട് ചോദിച്ചു, നമുക്ക് നിർത്തിക്കൂടെ OVM നമ്പൂതിരിപ്പാട്? നിർത്തുന്ന ഘട്ടമെത്തി. അവസാനം അദ്ദേഹം പാടി തീർന്ന് രണ്ടുപേരുടെ തോളിൽ താങ്ങി നിന്നാണ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് 78 വയസ്സായി, എനിക്കിനി അവസാനിക്കണം എന്ന ആഗ്രഹം മുന്നോട്ട് പ്രകടിപ്പിച്ചു. അപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരുന്നു മറ്റൊരാൾ, അത് മറ്റൊരു മാരാരാണ്, 125 വർഷം ജീവിച്ചിരിക്കണമെന്നൊരു കമന്റ് പാസ്സാക്കി. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, തെറ്റു പറയേണ്ട, ഞാനും ഗുരുവായൂരപ്പനും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്, ഇവിടെ തീരുകയാണ് ജീവിതം. അത് നേരെ പോയി സായാഹ്നത്തിൽ ഉമ്മറത്തെത്തി കുഴഞ്ഞു വീണു, അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. കാലയവനയ്ക്കുള്ളിൽ ആ സംഗീത സാഗരം, ശബ്ദം നിലയ്ക്കുന്നില്ല. പക്ഷേ ഈ കാലവും ചരിത്രമുള്ള ഒരു കാലം, ജനഹൃദയങ്ങളിലും കർണപുടങ്ങളിലും ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ ഇമ്പമാർന്ന സംഗീത കച്ചേരിയുടെ സ്വരമാധുര്യങ്ങൾ ഇരമ്പിക്കൊണ്ടേയിരിക്കും. ആ ശബ്ദമാധുര്യത്തിൻ്റെ ഈ വർത്തമാന കാലഘട്ടത്തിലെ പ്രസക്തി എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഗുരുവായൂർ ദേവസ്വം ഈ സുവർണ ജൂബിലി ആഘോഷം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പല മേഖലകളിൽ വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് വന്നത് അഭിനന്ദനാർഹമായ ഒരു തീരുമാനമാണ്. ആ നിലയിൽ ഈ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം തിരുവനന്തപുരത്തും കോട്ടയത്തും ഗുരുവായൂരിലും ചെമ്പൈയിലുമെല്ലാം വെച്ച് സംഘടിപ്പിച്ച് മുന്നോട്ട് വരുമ്പോൾ ഇതിന്റെ സമാപന സമ്മേളനം ഗുരുവായൂരിൽ നടക്കുന്നുവെന്ന് മാഷ് പറഞ്ഞു. അതും ഗംഭീരമാക്കി മാറ്റാൻ ഈ നാടിന്റെ സാംസ്കാരിക പ്രബുദ്ധതയോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.